ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണം എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിച്ചതെന്ന് കാണിക്കുക. അതായത് ഫസ്റ്റ് ഓണമാണ് ഞങ്ങളുടെ ഈ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഓണം. അപ്പോൾ രാവിലെ ഞങ്ങൾ കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ച്, കാരണം മോൻകുട്ടി എണീറ്റ് കഴിയുമ്പോഴത്തേക്കും അവന് കഴിക്കാൻ വേണം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവനോട് റെഡിയായി നേരെ അമ്പലത്തിലൊക്കെ പോയി. അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു ആനയുടെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് അവന് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അത്തപ്പൂക്കളം ഇടാനുള്ള ഡിസൈനൊക്കെയാണ് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അപ്പം വന്നു കഴിഞ്ഞാൽ നേരെ ഇരുന്ന് ചെയ്യാമല്ലോ എന്ന് കരുതി. അത് രാവിലെ എണീറ്റ് ചെയ്യേണ്ടതാണ്, പക്ഷേ എൻ്റെ സൗകര്യം അനുസരിച്ച് ഞാൻ എൻ്റെ രീതിക്ക് അനുസരിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളതുകൊണ്ട് ബാക്കി ഫുഡൊക്കെ റെഡിയാക്കി, കാരണം ഒത്തിരി വെളുപ്പിനൊന്നും ഞാൻ എഴുന്നേറ്റൊന്നുമില്ല. അപ്പോൾ എഴുന്നേറ്റ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് സാവകാശം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനും മോൻകുട്ടിനും കൂടെ പൂക്കളൊക്കെ ഇട്ടു. പിന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇട്ടൊക്കെ അല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞു. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിൽ 2 കുട്ടിപ്പട്ടാളങ്ങൾ, അതായത് കല്യാണിയും ഉണ്ണിക്കുട്ടനോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവരെയും കൂടെ ഒക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ പരിപാടികളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സദ്യക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ പപ്പടമൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോസ്. പിന്നെ നമ്മുടെ പായസം നമ്മൾ പാലടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള എല്ലാ കറികളും നമ്മളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അവർ 3 പേർക്കും നമ്മൾ താഴെ തന്നെ പായൊക്കെ ഇട്ട് ഇല വിരിച്ച് അങ്ങനെയാണ് എല്ലാ സമയത്തും നമ്മളങ്ങനെ. ഈ സദ്യ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ടേബിളിലൊന്നും കൊടുക്കത്തില്ല, താഴെ ഇങ്ങനെ ചന്ദനപ്പൊട്ടിയിട്ടിരുന്ന് നമ്മൾ സാധാരണ നോർമൽ എങ്ങനെയാണോ കഴിക്കേണ്ടത് ആ രീതിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വലിയവർക്കുള്ള ഇലയെല്ലാം നമ്മളിട്ട് നമ്മൾ കറികളൊക്കെ വിളമ്പി എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഓണം ആയതുകൊണ്ട് എല്ലാവരും കൂടി തിരുവോണത്തിന് ഇവിടെ ആയിരുന്നു. അപ്പം എല്ലാവരും കൂടെ വന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ കഴിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ആണല്ലോ. എല്ലാവരും കൂടെ ചേർന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി അങ്ങനെ കഴിച്ച്, അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് വേണ്ട വല്യപ്പനും വല്യമ്മയും അതുപോലെ മോൻകുട്ടനും കല്യാണിയും കൂടെ ചേർന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ അവരങ്ങനെ കളിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും എല്ലാവരും കൂടെ റെഡിയായിട്ട് അമ്പലത്തിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. കാരണം ഓൾറെഡി നമ്മൾ അമ്പലത്തിൽ പോയതാണെങ്കിലും ഇന്ന് ചേട്ടൻ്റെയും ചേച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെയാണ് വെട്ടിക്കോട്ട് അമ്പലമുള്ളത്. അപ്പോൾ വെട്ടിക്കോട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് വലിയൊരു എന്താ പറയുക, നല്ല ശാന്തത, അങ്ങനെ ഒരു നല്ല ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുതൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് കരുതി. കാരണം വെഡിങ് ആനിവേഴ്സറി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ചിലവായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നേരെ കഴിക്കാൻ കയറി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ബാക്കി വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, ഇത്രയും വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.